ഹായ് ചങ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? കുറേ ദിവസമായി ഇപ്പോൾ കണ്ടിട്ട്. ഇപ്പോൾ ഇതിൽ വീഡിയോ ഇടിയിൽ കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും വീഡിയോസൊക്കെ ഞാൻ എന്നാലും കാണുന്നുണ്ട്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? ഇനിയിപ്പം ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിൻ്റെ തിരക്കിലായിരിക്കും തിരുവനന്തപുരംകാരെല്ലാം. തിരുവനന്തപുരം കൂട്ടുകാരുടെ വീഡിയോസാണ് ഞാൻ കൂടുതലും കാണുന്നത്. അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് നല്ല വിശേഷമായിരുന്നു. ഒന്ന് പുളിമുട്ടിൽ സിൽസിലൊക്കെ പോയി അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. എനിക്കല്ല, നമുക്കല്ലേ എന്ന് വാങ്ങിക്കുന്നത്. അപ്പോഴും നമ്മൾ ഇടയ്ക്കൊക്കെ ചില ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് കൊടുക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്. അങ്ങനെ ഞാൻ അങ്ങനെ ഇന്ന് വൈകുന്നേരത്ത് പോയിട്ട് മുണ്ടും ഷർട്ടും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അത് കൊണ്ടുവന്ന് ഇനിയിപ്പം ഞങ്ങളുടെ ഉത്സവമൊക്കെയാണ് വരുന്നത്. എല്ലായിടത്തും ഇനി ഉത്സവമാണ്. നമ്മുടെ പുതുകാവിൽ ഉത്സവം, ഞങ്ങളുടെ ഭരണിക്കാവ് അമ്പലത്തിൽ ഉത്സവം, ആറ്റുകാല് പൊങ്കാല, എല്ലാം ഇനി ഉത്സവക്കാലമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോരോ ചിന്തകൾ വരും. ഇന്നതിന്ന് ചെയ്യാമെന്ന് നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ അത് മാറ്റി വയ്ക്കരുത്. കാരണം മനുഷ്യർക്ക് ഉള്ള ഓരോ സമയങ്ങളുണ്ട്. നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ ചെയ്യണം. അതാണ് കറക്റ്റ്. മനസ്സിലായോ കൂട്ടുകാരെ? അപ്പോൾ എനിക്കിന്ന് തോന്നി, അതുകൊണ്ട് ഞാനിന്നത് ചെയ്ത് ഞാനത് വാങ്ങിച്ച്. പക്ഷേ ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തില്ല. സാധാരണ ഞാൻ കടയിൽ കയറി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പക്ഷേ അതൊന്നും നടന്നില്ല. ഇങ്ങനെ എന്തായാലും ഇത് വാങ്ങിച്ച് ഇവിടെ വന്ന് പിന്നെ കുറേ സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്ന് പോളയത്തോട് ഇറങ്ങിയിട്ട് എനിക്ക് ഇപ്പോൾ ഈ നടന്ന് മാടം നട വരെ വരുന്ന ഒരു ഹരമായിട്ടിരിക്കുകയാണ്. ഇതിന് കാരണമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇടത് സൈഡിലെല്ലാം നല്ല കടകൾ, തുണിക്കടകൾ, പിന്നെ നല്ല പച്ചക്കറികളെല്ലാം റോഡിൻ്റെ സൈഡിലിട്ട് വിൽക്കുന്നുണ്ട്. മീൻ കിട്ടും റോഡ് സൈഡിൽ. കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് വണ്ടികൾ, എന്തൊരു തിരക്ക്. ഇതെല്ലാം കണ്ട് പിന്നെ നല്ല നഴ്സറികളെല്ലാം ഉണ്ട്, നല്ല പൂക്കൾ. ഇപ്പോൾ എല്ലായിടത്തും കടലാസ് പൂവിൻ്റെ ഒരു ഉത്സവകാലമാണ്. എല്ലായിടത്തും ബോഗൻവില്ല എല്ലാ മതിൽക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് നമ്മളിങ്ങനെ എത്തി നോക്കും. ഇത്രയും നല്ല സുന്ദരി പൂക്കൾ ഇതെല്ലാം കാണാനാണ്. എല്ലാ മതിലിൻ്റെ മുകളിലുമുണ്ട് ഈ ബോഗൻവില്ലയെന്ന് പറയുന്നത്. നമ്മളെ വീട് ഉള്ളിൽ എന്ന് വെച്ചാൽ റോഡ് സൈഡല്ല, അതുകൊണ്ട് നമുക്ക് ബോഗൻവില്ല അകത്ത് വളർത്തിയാൽ നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ ഈ വഴിയോര കാഴ്ചകളെല്ലാം ഇങ്ങനെ ആസ്വദിക്കുന്നതിനാണ് ഞാൻ ഇങ്ങനെ നടന്നു വരുന്നത്. ഭയങ്കര റിസ്ക്കാണ് നടന്നു വരുന്നത്. കാരണം ഭയങ്കര വണ്ടികളാണ്, ഒരു രക്ഷയില്ല. 2 വീലറും ബസ്സും കാറും എല്ലാം ഇങ്ങനെ പറവറ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ക്രോസ് ചെയ്യണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. എങ്കിലും എനിക്ക് ഈ കാഴ്ചകളെല്ലാം കാണുന്നതിന് എനിക്കറിയാതെ എൻ്റെ കാലങ്ങ് നടന്നു പോകും. ഞാനങ്ങനെ വന്നിറങ്ങുമ്പോൾ കുറച്ച് പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മുളക്, മല്ലി, പിന്നെ തേയില ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇപ്പോഴും കാണാം വെളിച്ചെണ്ണ അത്യാവശ്യമായിട്ട് വേണം. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ആ കടയിൽ വെളിച്ചെണ്ണ ഈ മില്ലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് മാടനട വഴി വന്നത്. മാടനടയിൽ ഒരു മില്ലുണ്ട്, ഒത്തിരി നടക്കണം. പോളയത്തോട്ടിൽ നിന്ന് മാടനടയിലേക്ക് കുറേ ദൂരമുണ്ട് നടക്കാൻ. റിസ്ക്കുമാണ്, കാരണം ക്രോസ് ചെയ്യുന്നതൊക്കെ. എങ്കിലും ഞാൻ അതുവഴി വന്നപ്പം കാണാതെ ആ മില്ലിൽ വെളിച്ചെണ്ണയില്ല. മില്ലിൽ നാളെ കൊപ്ര വരുത്തതേ ഉള്ളൂ, നാളെ ആട്ടത്തേ ഉള്ളെന്ന്. അങ്ങനെ എനിക്ക് വെളിച്ചെണ്ണ അത്യാവശ്യം. അത് കാരണം ഞാൻ പിന്നെ തൊട്ടടുത്ത കടയിൽ എന്ന് വെച്ചാൽ ഞാൻ പഴമൊക്കെ മേടിക്കുന്ന കടയുടെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചുമ്മാ അതൊന്ന് നോക്കി, കയറണോ വേണ്ടേന്ന്. അപ്പോഴവിടുത്തെ ചേച്ചി ചോദിക്കാന്നേ എന്തോ എനിക്കൊരു വേണോ വേണ്ടേ എൻ്റെ മനസ്സ് പഠിച്ചിട്ട് ചേച്ചി ചോദിക്കുകയാണ് വേണം വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ച് ഞാൻ നടന്നു പോകുന്നത് എന്താണ്. കടയ്ക്കകത്തോട്ട് കയറി ചെന്നപ്പം പറഞ്ഞ് പഴത്തിലോട്ട് മാത്രം നോക്കിയാൽ പോരാ, കാരണം എന്നും പഴം വാങ്ങിക്കുന്ന കടയാണ്. അവിടെ പിന്നെ ബാക്കി സാധനങ്ങളും അവിടെ ഉണ്ടെന്ന് എന്നെ ഓർമ്മപ്പെടുത്തി. നോക്കിയപ്പോൾ എല്ലാ വെളിച്ചെണ്ണകളും നല്ല മില്ലിലതും ചാക്കിലാട്ടിയത് എന്ന് വേണ്ട സകല ഐറ്റംസും അവിടെ ഇരിക്കുന്നു. എനിക്ക് സന്തോഷമായി. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. ഒരു കൗമുദി എന്നും പറഞ്ഞ ഒരെണ്ണം എടുത്തത്. അതൊന്നും വാങ്ങിക്കുന്നതല്ല. അന്നേരം ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇപ്പം ഉള്ളതാണോ നിലവിൽ മാർക്കറ്റ്? അന്നേരം ഉള്ളതാണ്. ഒരു പേപ്പറും എടുത്തുകൊണ്ട് തന്നു, ഇത് നോക്ക് ഇത്രയും കാലം കൊണ്ടുള്ളതാണെന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഇങ്ങനെ എന്തിനാ നടന്നു വരുന്ന അവിടെ ഒരു അമ്പലമുണ്ട്, ഞങ്ങളുടെ ഭരണിക്കാവ് ക്ഷേത്രം. ഭഗവതിയെ കണ്ട് വഴിയെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം.
തൊഴുത് ഇങ്ങനെ വഴിയെ നടന്നു വരുമ്പോൾ തൊഴുതിട്ട് പോകാം. പിന്നെ ഇവിടെ വന്ന് കുളിച്ചിട്ട് പോകാനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ കാരണം അങ്ങ് സന്ധ്യയായിട്ടല്ലേ നമ്മൾ വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടൊക്കെ പോകാനൊന്നും വയ്യ. അങ്ങനെ അത്രയൊക്കെ നടന്നു വന്നപ്പോഴത്തേനും എൻ്റെ മുട്ടുവേദന ഇല്ലാതിരുന്നതാണ്. ഇന്ന് മുട്ടുവേദന തുടങ്ങി. ഓവർ നടത്ത ഒട്ട് ശരീരത്തിന് ശരിയല്ല. ഈ മുട്ടുവേദനയുള്ളവർക്ക് ഇത് ഭയങ്കര വിഷയം ഉണ്ടാക്കും. നമ്മൾ കുറച്ച് നല്ല നിരപ്പായ പ്രതലത്തിലൂടെ മാത്രം കുറച്ച് നടക്കുന്നതാണ് മുട്ടുവേദനയുള്ളവരുടെ ആരോഗ്യത്തിന് നല്ലത്. പക്ഷെ ഞാൻ ഇന്ന് കുറച്ച് നടന്ന് അങ്ങനത്തെ ഭരണിക്കാവിൽ അമ്മയെ നോക്കി തൊഴുത് അതുവഴി കുറച്ച് ആളുകളൊക്കെ കണ്ട് നല്ല ഡെക്കറേഷൻസൊക്കെ ഉണ്ട് അമ്പലത്തിൽ. ഉത്സവത്തിൻ്റെ അങ്ങടുക്കാറായി. ഇനി പൊങ്കാലയുടെയൊക്കെ ആയി വരുന്നു എന്ന് വെച്ചാൽ പുതുകാവിലും പൊങ്കാല, ഇവിടുത്തെയും പൊങ്കാലയൊക്കെ അടുത്തടുത്താണ്. ഇതൊക്കെ ഞങ്ങൾ ഇടുന്ന പൊങ്കാലകളാണ്. ഇതൊക്കെയാണ് സന്തോഷങ്ങൾ, ഒരാണ്ടിലൊരിക്കലുള്ള കിട്ടുന്ന ഒരു സന്തോഷം. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഐശ്വര്യവും നമ്മുടെ നാടിൻ്റെയും നമ്മുടെയൊക്കെ ഐശ്വര്യവും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ട് ഡെക്കറേഷൻസ് എല്ലാം കണ്ട് 10 ആളുകളെയൊക്കെ കണ്ട് ഇങ്ങനെ വഴിയോരത്തൂടെ ഇങ്ങനെ നടന്ന് റെയിൽപ്പാളം വന്ന് ക്രോസ് ചെയ്തിറങ്ങിയപ്പം പിന്നെ പാല് വേണം. പിന്നെ ഇവിടുന്ന് അവിടെയൊക്കെ കുഴിച്ചിട്ടേക്ക് അതിലേക്കൂടെയൊക്കെ നടന്നു പോകാൻ ഭയങ്കര റിസ്ക്കാണ്. എന്നാലും നമ്മൾ നടന്നു പോയി. പിന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങി അവിടുന്ന് പാലും വാങ്ങിച്ച് ഇപ്പുറത്തിറങ്ങി വീട്ടിൽ വന്ന് ഇവിടെ വന്ന് പപ്പായ ഞാൻ കഴിച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പപ്പായയും കഴിച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എന്നിട്ട് വിചാരിച്ചൊരു വീഡിയോ ഇടാമെന്ന്. എൻ്റെ വീഡിയോസൊന്നും ആരും കാണുന്നില്ല. എങ്കിലും ഇത് തുടങ്ങിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ഡെഡാവും. അത് കാരണം ഞാൻ ഇന്നൊരു വീഡിയോ ഇടുകയാണ്. നമ്മുടെ വീഡിയോസൊന്നും കാണാൻ ആരും ഇല്ലടേ കൂട്ടുകാരെ. നമ്മളെ ഇത് ആരും കാണത്തില്ല. എൻ്റെ കുഴപ്പം തന്നെ ആരും കാണാത്തത്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കിട്ടണം. അത് കിട്ടാത്തതുകൊണ്ടാണ് ആരും കാണാത്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കെന്നാലും എൻ്റെ കൊച്ചു കൊച്ചു കഥകളും കാര്യങ്ങളും പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ വന്നിരുന്ന് ഇതൊക്കെ പറയുകയാണ്. അങ്ങനെ ഇത്രയൊക്കെയായെന്ന് പറയാനുള്ളത്. പുളിമൂട്ടിൽ സിൽസിൽ കയറിയതാണ്. അവിടെ അങ്ങും വലിയ ആളും ആരവോ ഒന്നുമില്ല. ഇനിയിപ്പം അടുത്ത ഏതെങ്കിലും ഉത്സവകാലം വരുമ്പോഴത്തേന് ഇതിൻ്റെ ഓഫറും ഇതൊക്കെ തുടങ്ങുമ്പോൾ നല്ല തിരക്ക് എല്ലായിടത്തും വരും. ഇപ്പോൾ അധികം ആരുമില്ല. എല്ലാം നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. ഞാനും അവിടെ അങ്ങ് നിന്നില്ല. എളുപ്പം ഇനി പോരുന്നു. നമ്മൾ ഇടയ്ക്ക് അവിടെ പോകുന്നത് കൊണ്ട് എല്ലാവർക്കും നമ്മളെ അറിയാം. നമ്മളിവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. കാരണം ഇവിടെയൊക്കെ കയറി ഇറങ്ങുന്നത് നമ്മുടെ സ്വഭാവമാണ്. കാരണം ഓണത്തിനും അല്ലാതെയൊക്കെ നമ്മൾ പോവും. മെൻസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല മുണ്ടുകൾ ഒക്കെ ഉണ്ട്. പിന്നെ വിലയാണ്, എന്നാലും അതെല്ലാം നല്ല ക്വാളിറ്റി നല്ലതാണ്. ആണുങ്ങളുടെ ഷർട്ടുകളൊക്കെ നല്ല കിടിലുമാണ്. എല്ലാം ഒരു കുഴപ്പമില്ല. എത്ര കാലം വേണേലും ഉപയോഗിക്കാൻ നല്ല ക്വാളിറ്റി, നല്ല വിലയുള്ള നല്ല സ്റ്റാൻഡേർഡ് തുണിത്തരങ്ങളാണ് അവിടെ ഉള്ളത്. മെൻസിൻ്റെ കാര്യമാണ്. ലേഡീസിൻ്റെത് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം കൂടുതലും ഈ മെൻസിൻ്റെതാണ് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത്. അതുകൊണ്ടാണ്. പിന്നെ ഇതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. എല്ലാവരും എൻ്റെ വീഡിയോസും കാണണമെന്ന് ഞാൻ പറയുന്നു. എന്നാലും എല്ലാവരുടെയും ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മളും ഈ കൊച്ചു ചാനലുകാരും അങ്ങനെ കടന്നു പോവും. ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.